ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദനഹക്കാലം 3-ാം ആഴ്ചയിൽ നാം എത്തിയിരിക്കുകയാണ്. ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും മിശിഹായിലൂടെ വെളിവാക്കപ്പെടുന്ന ദൈവിക രഹസ്യത്തെക്കുറിച്ചും ദനഹക്കാലത്തിലെ ഓരോ ആഴ്ചയും നാം ധ്യാനിക്കുകയാണ്. ലോകത്തിന്റെ പാപം മോചിച്ച് രക്ഷ നൽകുവാൻ വന്ന ഈശോ മിശിഹായെ കുറിച്ചാണ് നാം ഈ ആഴ്ച ധ്യാനിക്കുന്നത്. ഇന്നത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ ഇസ്രായേൽ ജനത്തെ വഹിച്ചുകൊണ്ട് പോകുന്നതിലെ കഷ്ടപ്പാടും ഭാരവും തനിക്ക് വഹിക്കാവുന്നതിലും അധികമാണ് എന്ന് പറഞ്ഞ് ആവലാതിപ്പെടുന്ന മൂശയെ കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണത്തിൽ ഇസ്രായേൽ ജനത്തെ വിഗ്രഹങ്ങൾ ചുമലിലേറ്റി നടക്കുന്ന അജ്ഞരായും, ജനതകളെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളെ കൊണ്ടും മൃഗങ്ങളെ കൊണ്ടും സംഭവിപ്പിച്ച് അവയ്ക്ക് പിൻപേ നടക്കുന്നവരായും, ഇസ്രായേലിന്റെ കർത്താവായ ദൈവത്തെ തന്റെ ജനത്തെ ചുമലിലേറ്റി സംരക്ഷിക്കുന്ന മാതാവായും പിതാവായും അവതരിപ്പിക്കുന്നു. ഗർഭപാത്രത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിക്കുന്ന യാക്കോബ് ഭവനമേ, നിങ്ങളുടെ വാർദ്ധക്യം വരെയും നിങ്ങൾക്ക് നരവാദിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി നടക്കും എന്നാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നത്. സുവിശേഷകൻ കർത്താവായ ഈശോ മിശിഹായെ ലോകത്തിന്റെ പാപങ്ങൾ സംഭവിക്കുന്ന കുഞ്ഞാടായും, എബ്രായ ലേഖനകർത്താവ് ദൈവജനത്തിന് വിശ്രമം നൽകുന്ന രക്ഷകനായും അവതരിപ്പിക്കുന്നു. മോശ ജനത്തെ വഹിച്ചു തളരുമ്പോൾ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഭാരം വഹിച്ചു തളരുന്ന മോശയ്ക്ക് സഹായമായി ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മോശ തിരഞ്ഞെടുത്ത 70 പേർക്ക് മോശയിൽ നിവസിച്ചിരുന്ന തന്റെ ചൈതന്യത്തിൽ നിന്ന് ദൈവം നൽകുന്നു. തന്റെ കൃപയാൽ മോശയുടെ ഭാരം ലഘൂകരിക്കുന്നു. ദൈവിക ചൈതന്യവും മാനുഷിക സഹകരണവും ഉള്ളിടത്ത് ജനം ഭാരമല്ലാതായി മാറുന്നു. ഓരോ മനുഷ്യനും ദൈവിക ചൈതന്യം വഹിക്കേണ്ടത് തങ്ങളുടെ ഉള്ളിലാണ്. മറിച്ച് വിഗ്രഹങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നവരും അത് ചുമന്നുകൊണ്ടു പോകുന്നവരും അജ്ഞരും പരിക്ഷീണിതരായി ഭാരം വഹിക്കുന്ന മൃഗങ്ങളെ പോലെയുമാണ് എന്ന് തിരുവചനം പറയുന്നു. അവ കുമ്പിട്ടുപോകുന്നു. അപ്രകാരമുള്ള വിഗ്രഹങ്ങൾക്ക് മനുഷ്യനെ വഹിക്കുവാനോ തങ്ങളുടെ ചൈതന്യം മനുഷ്യനിൽ നിവസിപ്പിക്കുവാനോ സാധിക്കുകയില്ല. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുവാനോ ക്ലേശങ്ങളിൽ രക്ഷ നൽകുവാനോ സാധിക്കാത്തവയാണ് അവ. കാരണം അവയ്ക്ക് ജീവനില്ല. അവയ്ക്കാരെയും വഹിക്കുവാൻ സാധിക്കുകയില്ല. അവയ്ക്ക് ജനത്തിന്റെ പക്കലേക്ക് ഇറങ്ങി വരുവാൻ സാധ്യമല്ല. അവ കരവേലകൾ മാത്രമാണ്, ദൈവമല്ല. അവ കരവേലകൾ മാത്രമാണ്, ദൈവമല്ല. എന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ജനത്തിന്റെ പക്കലേക്ക് ഇറങ്ങി വരുന്നവനാണ്, അവരിൽ വസിക്കുന്നവനാണ്, അവരോട് കൂടെ നടക്കുന്നവനാണ്. കാരണം അവിടുന്ന് നീതിമാനും രക്ഷകനുമായ ദൈവമാണ്. ദൈവം നമ്മെ വഹിക്കുന്നത് ആയാസരഹിതമാക്കാനാണ്. കർത്താവീശോ നമ്മുടെ പാപങ്ങൾ തന്റെ ചുമലിൽ വഹിക്കുന്നത് നമുക്ക് രക്ഷ നൽകുന്നതിനു വേണ്ടിയാണ്. ദൈവം നമ്മെ വഹിക്കുന്നുവെന്നും ഈശോ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവം എപ്രകാരമാണ് തന്റെ ജനത്തിന് വിശ്രമം നൽകുന്നത് എന്ന ആശയം മനസ്സിലാക്കാം. ദൈവം നമ്മെ ചുമലിൽ വഹിക്കുകയും കർത്താവീശോ നമ്മുടെ പാപങ്ങൾ വഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വതന്ത്രരും കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന വിശ്രമത്തിന് അർഹരുമായി തീരുന്നു. ജനത്തിന്റെ പാപം വഹിച്ച് അവരെ രക്ഷിച്ച് പർദീസായിലെ വിശ്രമത്തിന് യോഗ്യമാക്കുന്നതിന് മണ്ണിലിറങ്ങി വന്ന ദൈവപുത്രനായ ഈശോയെ സ്നാപയോഹന്നാൻ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ശ്രവിക്കുന്നത്. യോഹന്നാൻ പറഞ്ഞു, പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇസ്രായേൽക്കാർക്ക് വളരെ പരിചയമുള്ള ഒന്നായിരുന്നു പാപം നീക്കുന്ന കുഞ്ഞാട്. ഇസ്രായേൽക്കാർ പാപമോചനം നേടിയിരുന്നത് കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പരിഹാര ബലിയർപ്പണത്തിന് സാധാരണ 2 കുഞ്ഞാടുകളെ ഉപയോഗിച്ചിരുന്നു. 1-ാമത്തെ കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അതിന്റെ മേൽ കൈകൾ വെച്ച് തങ്ങളുടെ പാപങ്ങളെല്ലാം അതിന്റെ മേൽ ആരോപിച്ച്
ആ കുഞ്ഞാടിനെ വിജന പ്രദേശത്ത് മരുഭൂമിയിൽ കൊണ്ടുപോയി വിട്ടിരുന്നു. വന്യമൃഗങ്ങൾ ആ കുഞ്ഞാടിനെ പിച്ചു ചീന്തുന്നത് വഴി തങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരുന്നതായി അവർ വിശ്വസിച്ചിരുന്നു. രണ്ടാമത്തെ കുഞ്ഞാടിനെ കൃതജ്ഞതാസ്തോത്ര ബലിയായി അർപ്പിച്ച് ദൈവവുമായി അനുരഞ്ജനത്തിൽ എത്തിയിരുന്നു. സ്നാപയോഹന്നാന്റെ ശ്രോതാക്കൾക്ക് പാപം നീക്കുന്ന ഈ കുഞ്ഞാടിനെ സുപരിചിതമായിരുന്നതുകൊണ്ടാണ് ലോകത്തിന്റെ പാപം നീക്കുവാൻ വന്ന ദൈവപുത്രനെ പാപം നീക്കുന്ന കുഞ്ഞാട് എന്ന് വിളിച്ചത്. പഴയ നിയമത്തിലെ കുഞ്ഞാട് ആരെല്ലാം അതിന്റെ മേൽ കൈകൾ വെക്കുന്നുവോ അവരുടെ പാപങ്ങളാണ് മോചിച്ചിരുന്നത് എങ്കിൽ, ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾ നീക്കുവാൻ വന്നവനായിരുന്നു. ലോകത്തിന്റെ പാപം വഹിക്കുന്ന കുഞ്ഞാട് എന്ന് സ്നാപയോഹന്നാൻ പരിചയപ്പെടുത്തിയത് ഈശോയുടെ ജീവിതത്തിൽ പൂർത്തിയാകുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. പീലാത്തോസിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ലോകത്തിന്റെ പാപങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവന്റെ മേൽ ആരോപിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പാപമില്ലാത്ത ആടിന്റെ മേൽ പാപങ്ങൾ ആരോപിച്ചതുപോലെ, പഴയ നിയമത്തിന്റെ പൂർത്തീകരണം എന്ന പോലെ പാപമില്ലാത്തതിന്റെ മേൽ പാപങ്ങൾ ആരോപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിന്റെ പാപം വഹിച്ചുകൊണ്ടാണ്, മനുഷ്യകുലത്തിന്റെ പാപം ഏറ്റെടുത്തുകൊണ്ടാണ് അവിടുന്ന് കാൽവരിയിലേക്ക് നീങ്ങുന്നത്. കുഞ്ഞാടിനെ വിജന പ്രദേശത്ത് കൊണ്ടുപോയി കൊല്ലുവാൻ വിട്ടിരുന്നതുപോലെ ഈശോയുടെ മേലും പാപങ്ങൾ ആരോപിച്ചതിനു ശേഷം വിജന പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാൽവരിമല പട്ടണത്തിന് പുറത്ത് വിജനമായൊരു സ്ഥലമായിരുന്നു. ഈശോയെ അവിടേക്ക് കൊണ്ടുപോയിയാണ് ക്രൂശിക്കുന്നത്. ലോകത്തിന്റെ പാപങ്ങൾ എന്ന് പറയാതെ ലോകത്തിന്റെ പാപം എന്നാണ് സുവിശേഷകൻ പറയുന്നത്. ലോകത്ത് ഒരു പാപം മാത്രമേയുള്ളൂ, ദൈവവുമായുള്ള ബന്ധത്തിന്റെ വിച്ഛേദം, ദൈവിക ജീവനില്ലാത്ത അവസ്ഥ. പാപം എന്നത് പ്രവൃത്തി എന്നതിനേക്കാൾ ഒരവസ്ഥയാണ്. പ്രവൃത്തികൾ ഈ അവസ്ഥയുടെ പ്രകാശനമാണ്. ദൈവവുമായി ബന്ധമില്ലാത്ത അവസ്ഥ മാറ്റി ജീവൻ നൽകുവാൻ വന്നതാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാട്. പഴയ നിയമത്തിലെ പാപപരിഹാര ബലിയിലെ രണ്ടാമത്തെ കുഞ്ഞാടിന്റെ ബലിയർപ്പണത്തിലൂടെ ദൈവവുമായുള്ള രമ്യപ്പെടലാണ് സൂചിപ്പിച്ചിരുന്നത്. മിശിഹായുടെ ബലിയർപ്പണത്തിലൂടെ ലോകത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന മറ നീക്കി ദൈവവുമായി മനുഷ്യവംശത്തെ രമ്യതയിലാക്കി. ദൈവവുമായി എപ്രകാരമാണ് രമ്യതയിൽ നിൽക്കേണ്ടത് എന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ആ ജീവിതപാത പിന്തുടരുന്നവർക്ക് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവപുത്രന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ലോകത്തിന്റെ പാപം നീക്കുന്ന മിശിഹായുടെ എന്നേക്കുമുള്ള ജീവിത ബലി പുനരവതരിപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും അനുദിന ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകളെയും വീഴ്ചകളെയും ഈ ബലിവേദിയിൽ സമർപ്പിച്ച് മിശിഹായുടെ ബലിയുടെ ഫലം അനുഭവിക്കുവാൻ, അവിടുന്ന് നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, അവിടുന്ന് നൽകുന്ന നിത്യവിശ്രമം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.